ഒരു സംസ്ഥാനമാണോ അതൊരു വലിയ ബാർ കൗണ്ടറാണോ? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ബോർഡൊക്കെ മാറ്റി മദ്യലോബിയുടെ സ്വന്തം നാടെന്ന് മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേൾക്കുമ്പോൾ വിശ്വസിക്കാനൊക്കെ പ്രയാസം തോന്നും, പക്ഷെ കണക്കുകൾ കള്ളം പറയില്ല. 2016 പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് വെറും 29 ബാറുകൾ മാത്രമായിരുന്നു. എന്നാൽ 8 വർഷം പിന്നിടുമ്പോൾ ആ സംഖ്യ 1000 കടന്നിരിക്കുന്നു. അതെ, 1000-ലധികം ബാറുകൾ. എവിടെ പോയി നിങ്ങളുടെ മദ്യവർജന നയം? എവിടെ പോയി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ? കത്തോലിക്ക സഭയും ഇതര സമുദായങ്ങളും ഇന്ന് തെരുവിലിറങ്ങുന്നത് വെറുതെ ഒന്നുമല്ല. ഒരു തലമുറയെ മുഴുവൻ ലഹരിയിൽ മുക്കിക്കൊന്ന് ആ ശവപ്പറമ്പിന് മുകളിൽ ഗജരാവ് നിറയ്ക്കാൻ നോക്കുന്ന ഈ സർക്കാരിനെതിരെ ജനരോഷം ഇരമ്പുകയാണ്. കുറ്റം പറയാൻ പറ്റുമോ? മദ്യലോബിയുമായി അർദ്ധരാത്രിയിൽ ഉറപ്പിച്ച ആ രഹസ്യ ഡീലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ടൂറിസത്തിന്റെ മറവിൽ കേരളത്തെ കുടിപ്പിച്ച് കൊല്ലാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചനയെ കുറിച്ചാണ്. പിണറായി സർക്കാരിന്റെ മദ്യനയത്തിലെ കറുത്ത സത്യങ്ങൾ തുറന്നു കാട്ടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. എന്തായാലും അവസാന നിമിഷം വരെ കാണണം, കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനയത്തിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോ അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം പറഞ്ഞത് ഇത് പ്രായോഗികമല്ല എന്നായിരുന്നു. എന്നാൽ അവർ അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുമെന്നും മദ്യവർജനം നടപ്പിലാക്കുമെന്നായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടോ? ഇല്ലല്ലോ. എന്നാലും സംഭവിച്ചത് എന്താണ്? 2016 LDF വന്നതിന് ശേഷം ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ കാണിച്ച ആ ഒരു ആവേശം സമാനതകളില്ലാത്തതാണ്. ഓരോ വർഷവും ബാറുകളുടെ എണ്ണം കുതിച്ചുയർന്നു. 29 ബാറുകളിൽ നിന്നും 1000-ലേക്ക് എത്തിയ ഈ വളർച്ചാ നിരക്ക് ലോകത്തിലെ ഏതെങ്കിലും വമ്പൻ കമ്പനികൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്തതാണ്. ഇതിനെയാണോ നിങ്ങൾ വികസനം എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. 1 കിലോമീറ്റർ പരിധിയിൽ 4-5 ബാറുകൾ. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും അടുത്ത് പോലും ബാറുകൾ തുറക്കാൻ അനുമതി നൽകുന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റിയെഴുതപ്പെട്ടു. ഇതിനെതിരെയാണ് KCBC ഇപ്പോൾ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. പള്ളികളിൽ സർക്കുലർ വായിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വെറും പ്രഹസനമായതുകൊണ്ടാണ്. ലഹരി വിമുക്ത കേരളം എന്ന ബോർഡുകൾ വെച്ച് സർക്കാർ കോടികൾ പരസ്യം ചെയ്യുമ്പോൾ മറുവശത്ത് അതേ സർക്കാർ തന്നെ പുതിയ ബാറുകൾക്ക് പച്ചക്കൊടി കാട്ടുന്നു. ഇത് ജനങ്ങളെ തന്നെ പരിഹസിക്കലല്ലേ? കപടതയുടെ അങ്ങേ അറ്റമല്ലേ ഇത്? എക്സൈസ് മന്ത്രി MP രാജേഷും സർക്കാരും നിരത്തുന്ന പ്രധാന വാദം ടൂറിസമാണ്. വിദേശികൾ വരുന്നത് മദ്യപിക്കാനാണെന്നും ബാറുകളുടെ സമയം കൂട്ടിയാൽ ടൂറിസം മെച്ചപ്പെടുമെന്നാണ് ഇവരുടെ എല്ലാം കണ്ടുപിടുത്തം. എന്തൊരു വിരോധാഭാസമാണിത്! വിദേശികൾ കേരളത്തിലേക്ക് വരുന്നത് നമ്മുടെ പ്രകൃതി ഭംഗി കാണാനാണ്, നമ്മുടെ ആയുർവേദവും സംസ്കാരവും അനുഭവിക്കാനാണ്. അല്ലാതെ വിദേശത്ത് സുലഭമായി കിട്ടുന്ന മദ്യം കുടിക്കാൻ വേണ്ടി അവർ ഫ്ലൈറ്റും പിടിച്ച് കേരളത്തിൽ വരുന്നത്. എങ്ങനെയാണ് ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? KCBC ഈ വാദത്തെ പച്ചയ്ക്ക് പരിഹസിക്കുന്നുണ്ട്. ഗോവയാകാനാണോ കേരളം ശ്രമിക്കുന്നത്? സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ടൂറിസം വികസനമല്ല, മറിച്ച് മദ്യലോബി വികസനമാണ്. ബാറുകളുടെ സമയം അർദ്ധരാത്രി വരെ നീട്ടാനുള്ള തീരുമാനം ആരുമായി ആലോചിച്ചാണ് എടുത്തത്? LDF മുന്നണിയിലോ ക്യാബിനറ്റിലോ പോലും ചർച്ച ചെയ്യാതെ മദ്യലോബിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആർക്കായിരുന്നു ഇതർ തിടുക്കം? തിരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ട് കോടികളുടെ അഴിമതി ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള നീക്കവും ബാർ സമയം കൂട്ടിയതും ഒരു പ്രത്യേക ഡീലിന്റെ ഭാഗമാണെന്ന് സഭ തന്നെ തുറന്നടിക്കുന്നു. ജനങ്ങളുടെ കണ്ണീരിൽ നിന്നും റവന്യൂ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ സർക്കാർ വരും തലമുറയുടെ നാശത്തിനാണ് കൂട്ടുനിൽക്കുന്നത്. ലഹരി എന്നത് വെറും ഒരു വ്യക്തിഗത പ്രശ്നമല്ല, അതൊരു സാമൂഹിക വിപത്താണ്. കേരളത്തിലെ കുടുംബ കോടതികളിൽ എത്തുന്ന കേസുകളിൽ 70%-ലധികവും മദ്യപാനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മൂലമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുവതലമുറ ബാറുകളിൽ രാത്രി വൈകി ചെലവഴിക്കുമ്പോൾ അത് വലിയ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും വാഹന അപകടങ്ങളിലേക്കും നയിക്കുന്നു. ലഹരി മുക്ത കേരളം എന്ന PR പരസ്യങ്ങളിൽ വിളിച്ചു പറയുന്ന പിണറായിക്ക് ഒരു അല്പം നാണമുണ്ടെങ്കിൽ മിണ്ടുമോ? ലഹരിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നത് തടയാൻ ആർജവമുള്ള ഒരു ഭരണകൂടമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ വേലി തന്നെ വിളവ് തരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മദ്യശാലകളുടെ പ്രളയമാണെന്ന് KCBC വിശേഷിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പണ്ട് മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കണമായിരുന്നു, എങ്കിൽ ഇന്ന് അത് വീട്ടുപടിക്കൽ എത്തുന്ന സാഹചര്യമാണ്. ഓൺലൈൻ മദ്യവിൽപ്പനയെ കുറിച്ചും ഹോം ഡെലിവറിയെ കുറിച്ചും സർക്കാർ ആലോചിക്കുന്നത് ഭീതിജനകമാണ്. ഒരു തലമുറയെ മദ്യത്തിന് അടിമകളാക്കി മാറ്റി അവരെ ചോദ്യം ചെയ്യാത്തവരാക്കി മാറ്റുക എന്നതാണോ ഈ സർക്കാരിന്റെ രഹസ്യ അജണ്ട? ഭാരതം മുഴുവൻ നോക്കുമ്പോൾ കേരളം ഒരു മാതൃകയാകേണ്ട സംസ്ഥാനമാണ്. എന്നാൽ ഇന്ന് മദ്യപാനത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിയുടെ ഇന്ത്യയിൽ മദ്യവർജനത്തിന് വലിയ പ്രാധാന്യമുള്ള നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ് ഇതിനെയൊക്കെ വിളിക്കേണ്ടത്? ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്.
എല്ലാ മതവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു സംയുക്ത വേദി രൂപീകരിക്കും. ഇതിന്റെ അർത്ഥം ക്രൈസ്തവ സഭകൾ മാത്രമല്ല, മുസ്ലിം സംഘടനകളും ഹിന്ദു സംഘടനകളും ഒന്നിച്ച് സർക്കാരിനെതിരെ തെരുവിലിറങ്ങാൻ പോകുന്നു എന്നാണ്. മദ്യനയത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്കാണ് കേരളം നീങ്ങുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി, ഇലക്ഷന്റെ സംഭാവനയ്ക്ക് വേണ്ടി ഇത്രത്തോളം മൂട് താങ്ങുന്ന പ്രവൃത്തി LDF സർക്കാർ അല്ലാതെ മറ്റേ ആരാണ് കാണിക്കുക? ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ജനങ്ങളുടെ വികാരം മാനിക്കാത്തൊരു ഭരണകൂടത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഭരണപക്ഷത്തുള്ള പല ഘടക കക്ഷികളും ഈ മദ്യനയത്തിൽ അസ്വസ്ഥരാണ്. പക്ഷെ പുറത്തു പറയാൻ അവർക്ക് ഭയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ജനങ്ങൾക്ക് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. മദ്യവർജനം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് 1000 ബാറുകൾക്ക് അനുമതി നൽകിയത് എന്തിനു വേണ്ടിയാണ്? ബാറുകളുടെ സമയം അർദ്ധരാത്രി വരെ കൂട്ടാൻ മദ്യ ലോബിയിൽ നിന്ന് എത്ര കോടിയാണ് നിങ്ങൾ കൈപ്പറ്റിയത്? ഖജനാവ് നിറയ്ക്കാൻ മദ്യം മാത്രമേ വഴിയുള്ളൂ എങ്കിൽ നിങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നൊന്ന് തുറന്ന് സമ്മതിച്ചുകൂടെ? ഒരു തലമുറ ലഹരിയിൽ നശിക്കുമ്പോൾ ആ കണ്ണീരിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? നിങ്ങൾ കുടുംബം നന്നാക്കാനാണോ ഭരിക്കാൻ ഇറങ്ങിയത്? ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? വിനോദസഞ്ചാര മേഖലയുടെയും ബിസിനസ് മീറ്റിംഗുകളുടെയും ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സമയം വർദ്ധിപ്പിച്ചത് എന്ന എക്സൈസ് മന്ത്രിയുടെ വിശദീകരണം വെറും പച്ചക്കള്ളമാണെന്ന് ഏത് മനുഷ്യനും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. ഏത് ബിസിനസ് മീറ്റിംഗ് ആണ് അർദ്ധരാത്രിയിൽ ബാറിൽ വെച്ച് നടക്കുന്നത്? ഇത് മദ്യമാഫിയയെ സഹായിക്കാൻ വേണ്ടി മാത്രം ചമച്ചെടുത്ത ന്യായീകരണമാണ്. അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടി മീറ്റിംഗ് ആണോ നടക്കുന്നത്? കേരളം ഇപ്പോൾ ഒരു അപകടകരമായ സന്ധിയിലാണ്. ഒരു വശത്ത് സർക്കാരിന്റെ മദ്യവ്യാപന നയം, മറുവശത്ത് തകരുന്ന കുടുംബങ്ങൾ. KCPC ഉയർത്തിയ ഈ വിമർശനം വെറും രാഷ്ട്രീയമല്ല, അതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. മദ്യനയം പിൻവലിക്കുന്നത് വരെ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നാണ് സഭകൾ പറയുന്നത്. ഇതിന് നമ്മൾ ഓരോരുത്തരും പിന്തുണ നൽകേണ്ടതുണ്ട്. കാരണം ഇന്ന് മറ്റൊരാളുടെ മകൻ ബാറിൽ ഉറങ്ങുമ്പോൾ നാളെ അത് നമ്മുടെ സ്വന്തം മകനായിരിക്കും. മദ്യവരുമാനം കൊണ്ട് വികസനം കൊണ്ടുവരാമെന്ന് കരുതുന്ന സർക്കാർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഈ സർക്കാരിന്റെ ജനവിരുദ്ധ മദ്യനയത്തിനെതിരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷേധം രേഖപ്പെടുത്തുക. എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് സർക്കാരിന്റെ മുഖംമൂടി, നാണം കെട്ട മുഖംമൂടി അഴിച്ചു മാറ്റുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.